Hi everyone. Today we are going to begin with a new session. നമ്മളൊരു പുതിയ സെഷൻ തുടങ്ങുവാണ്. അതായത് ബിഫോർ വെൻ ഐ വാസ് ടീച്ചിങ് ഇൻ ദ കോളേജ് ഐ യൂസ് ടു ടേക്ക് ഞാൻ കുറേ ലെക്ചേഴ്സ് നിങ്ങൾക്ക് എടുക്കുമായിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് എപ്പോഴും ഒത്തിരി കമൻസ് വരും മലയാളത്തിലും കൂടി എടുക്കാൻ പറഞ്ഞ്. പക്ഷേ എൻ്റെ ലെക്ചേഴ്സ് ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇതിനകത്ത് ഇടുന്നതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് ഗുഡ്. ഇറ്റ് ഡസൻറ്റ് ലുക്ക് സ്റ്റാൻഡേർഡ് ഇനഫ് നമ്മൾ മലയാളത്തിൽ പറഞ്ഞ് കുട്ടികൾക്കിടുന്നത്. ബിക്കോസ് മീഡിയം ഇംഗ്ലീഷ് ആണല്ലോ കോളേജിൽ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരുന്നത്. ഇനിയിപ്പോൾ എന്താണെങ്കിലും ഞാനിപ്പോൾ കോളേജിൽ വർക്ക് ചെയ്യുമല്ല, ഞാൻ ഫ്രീ ആണ്. അപ്പോൾ എപ്പോഴും എൻ്റെ ലെക്ചേഴ്സ് കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ കുക്കിംഗ് വീഡിയോ ഇടുന്നതും പാട്ടിടുന്നതും ഒക്കെ ബോറിംഗ് ആയിരിക്കും. സോ വാട്ട് ഐ എം റീഡിങ് ഐ ട്രൈ ടു ഷെയർ വിത്ത് യു സംതിങ് ദാറ്റ് ഈസ് ഗുഡ് ഫോർ യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിന് ഉപകാരപ്പെടുന്നതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ ടുഡേ വി ആർ സ്റ്റാർട്ടിങ് എ ന്യൂ സെഷൻ വിച്ച് ഈസ് ലൈൻസ് ദാറ്റ് ബ്രീത്ത്. ലൈൻസ് ദാറ്റ് ബ്രീത്ത്. എന്താണ് ഈ ലൈൻസ് ദാറ്റ് ബ്രീത്ത്? നമ്മളൊക്കെ ബുക്ക് വായിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്ക് ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ട്, വോയാഷ് ദ ക്വസ്റ്റ് ത്രൂ ദ സീ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ. അതെന്ന് പറഞ്ഞാൽ വേ ഇൻ 2011 ക്രിയേറ്റ് ചെയ്തൊരു ഗ്രൂപ്പാണ്. അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ബുക്ക് വായിക്കുന്നതിന് അതെനിക്ക് ഇഷ്ടപ്പെടുന്ന ലൈൻസ് ഒക്കെ എൻ്റെ അകത്ത് ഷെയർ ചെയ്യും, ഒരു ക്വാട്ട്സ് ഒക്കെ ഷെയർ ചെയ്യും. എൻ്റെ ലെക്ചേഴ്സ് എൻ്റെ അകത്ത് ഷെയർ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ 1-2 വർഷമായിട്ട്. സോ അങ്ങനെയുള്ള എനിക്കതൊരു ഫീലുണ്ട്. കാരണം നമ്മൾ ബുക്കുകൾ വായിക്കുമ്പം നമ്മൾ അതിൻ്റെ പ്ലോട്ട് മനസ്സിലാക്കുക മാത്രമല്ല, അതിനകത്ത് നമ്മൾ ലേൺ ചെയ്യുന്ന ചില ലെസൺസ് ഉണ്ട്. റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ്. നമ്മൾ ഒരു ലൈൻസിൻ്റെ അകത്തൊക്കെ കുറേ ഇൻഡെപ്ത് മീനിങ്സ് ഉണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിനെ തന്നെ വളരെ മാറ്റിമറിക്കുന്നതാണ് റീഡിങ്. സോ അങ്ങനെയുള്ള ലൈൻസ്. അപ്പം ഞാൻ ഏതെങ്കിലും ബുക്സ് വായിക്കുവാണെങ്കിൽ അതിനകത്ത് അങ്ങനത്തെ ലൈൻസിനെ ഞാൻ വോയാഷ് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. അതേസമയം ഇതുപോലെ ലൈൻസ് ദാറ്റ് ബ്രീത്ത് എന്ന് പറയുന്ന സെഗ്മെൻറ്റിലൂടെ യൂട്യൂബിലും ഷെയർ ചെയ്യുന്നതായിരിക്കും. ലൈൻസും അതിൻ്റെ മീനിങ്, those lines which inspire me, which I feel like there is some life in those lines will be shared, and I'll be explaining it both in English and Malayalam. So in between bilingual I'll be doing it in bilingual way so that everybody can understand it. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണെങ്കിലും ഇന്ന് എടുക്കാൻ പോകുന്നത് ദ ആൽക്കമിസ്റ്റ് ബൈ പൗലോ കൊയ്ലോ. സോ പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ഈ വർക്കിനെയാണ് നമ്മൾ എടുക്കുന്നത്. അതിന് സമ്മറി ഒന്നും ഞാൻ പറയുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് എ ബെസ്റ്റ് സെല്ലർ ബുക്ക് ആൻഡ് മൈ ഇൻറ്റൻഷൻ ഈസ് നോട്ട് ടു എക്സ്പ്ലെയിൻ ദ സമ്മറി, ബട്ട് മൈ ഇൻറ്റൻഷൻ ഈസ് ടു ഫൈൻഡ് ദോസ് ലൈൻസ് which has got some life in it. ലൈഫുള്ള ജീവൻ തുടിക്കുന്ന വാക്കുകൾ അതിൻ്റെ അകത്തെ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. സോ what I'm venturing into is sharing those lines which actually breathe, the lines that got some life in it, and I want to share that, and I want to explain it so that it will be something, it will be useful for us in our real life. Okay, so let's take the first one. It is in the beginning itself I find this line which is quite interesting, which need not be considered very particular, but then this sounded good to me. Whenever he could, he sought out a new road to travel. So how many of us are dare enough to take a new way? We all are in we all look for our comfort zone. Wherever we are, we look for our comfort zone, and when we have to move out of the comfort zone, we don't feel it good. We are not comfortable. നമുക്ക് നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു പോകാൻ ഇപ്പോഴും മടിയാണ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് whenever he could, he sought out a new road to travel. സോ ഇതിൻ്റെ പ്രോട്ടഗണിസ്റ്റ് ആയിട്ടുള്ള ആള്, ഇതിൽ ഹീറോ ആയിരിക്കുന്ന ആള് പ്രോട്ടഗണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരെയാണോ ഈ വർക്ക് ആരെ പറ്റിയാണോ ആ ആളാണ് പ്രോട്ടഗണിസ്റ്റ്. So whenever he could, he sought out a new road to travel. So I'm reminded of Robert Frost, The Two Roads, that poem also. In that also they say the poet takes the one that is less traveled by. സോ ഇതിൽ നമ്മൾ എത്ര പേര് ധൈര്യമുണ്ട് നമുക്ക് പുതിയൊരു വഴി തിരഞ്ഞെടുക്കാൻ, പുതിയൊരു വഴിയിൽ ട്രാവൽ ചെയ്യാൻ, റിസ്ക് എടുക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? എത്ര പേര് കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങി മുമ്പോട്ട് പോകാൻ, പുതിയൊരു വഴി തിരഞ്ഞെടുക്കാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? സോ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് this particular line, which is not so particular in this work, but I found this quite touching because I got some spark. Now let's take the next line, which is from some other part of the book.
It's the possibility of having a dream come true that makes life interesting. നമ്മുടെയൊക്കെ ജീവിതം, what makes our life interesting? It's like hope, you know. It's like a dream. All of us, we have got some dream. Even APJ Abdul Kalam has asked us to have some dream which will help us to achieve in life. And he said that only those who have got a dream can achieve. So it's a possibility of having a dream come true that makes life interesting. നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾക്ക് സത്യമാകാൻ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് ചിന്തിക്കും. When we think that there is some possibility of making our dreams come true, that makes our life interesting. Okay, so I hope you got it. Now the next one, it's the simple things in life that are most extraordinary. Only wise men are able to understand them. Actually, the most extraordinary thing that is there in our life are the simple things that are around us. How many of us understand that? Whenever such type of points are brought in a movie, we feel it very touching and we really find it interesting. But there are many things which we doesn't look through, or which we doesn't pay attention. Small things, even that matters. So the simple things in life are the most extraordinary things, and only the wise men can understand that. വിവേകമുള്ള ആൾക്കാർക്കേ അത് മനസ്സിലാൻ പറ്റൂ. എന്താണ് സാധാരണത്വത്തിലാണ് അസാധാരണത്വം ഉള്ളത് എന്ന് മനസ്സിലാകാൻ ഒരു വിവേകമുള്ള ഒരാൾക്കേ സാധിക്കുകയുള്ളൂ. Now the next one, world's greatest lie. What is world's greatest lie according to Paulo Coelho? The world's greatest lie is this: at certain point in our life, we lose control of what's happening to us and our lives become controlled by fate. This is the greatest lie. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കള്ളം എന്താണെന്ന് അറിയാമോ? അതായത് നമ്മൾ ഒരു certain പോയിന്റ് നമ്മൾ മനസ്സിലാക്കുവാണ് നമ്മുടെ കയ്യിലല്ല കൺട്രോൾ, നമ്മുടെ ലൈഫിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി, ഇനിയെല്ലാം വിധിക്കാണ് നമ്മുടെ കൺട്രോൾ എന്ന് ചിന്തിക്കുന്നതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ കള്ളം. Okay, now the next one, the soul of the world is nourished by people's unhappiness, envy and jealousy. Here basically the alchemist says like this, like there is a language that is beyond words. വേർഡ്സിൽ ഒതുങ്ങുന്നതല്ലാത്തൊരു ലാംഗ്വേജ് ഉണ്ട്. കാരണം ഈ ആളൊരു ആട്ടിടയനാണ്. അദ്ദേഹം തൻ്റെ ആടുകളുടെ കൂട്ടത്തിൽ, ലൈക്ക് he has a connection with his sheep, you know, and then they understand him and he understand them. So he says that there is a language that is beyond words. And then he says that the world has a soul. ഈ ലോകത്തിന് ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിനെ മനസ്സിലാക്കുന്ന ആൾക്ക് ഈ വാക്കുകളാൽ അധിഷ്ഠിതമല്ലാത്ത ഈ ലാംഗ്വേജ് വേൾഡിൻ്റെ ആത്മാവിനെ മനസ്സിലാക്കുന്ന ആൾക്ക് മനസ്സിലാവും. ഓക്കെ, so the soul of the world is nourished by people's unhappiness, envy and jealousy. ഈ ലോകത്തിൻ്റെ ആത്മാവിനെ മൊത്തം നിറഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ അൺഹാപ്പിനെസ്, എൻവി, ജലസി, അസൂയ, കുശുമ്പ്, കുന്നായ്മ ഇതെല്ലാം നിറഞ്ഞിരിക്കുന്നത്. To realize one's destiny is a person's only real obligation. ഒരാളുടെ ഏറ്റവും വലിയ ഒബ്ലിഗേഷൻ, ഒരു കടമ എന്നത് സ്വന്തം സ്വപ്നത്തെ മനസ്സിലാക്കുക. സ്വന്തം സ്വപ്നം മാത്രമല്ല, സ്വന്തം ഡെസ്റ്റിനി, അവനവൻ്റെ ഡെസ്റ്റിനി എന്താണ്, നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ജീവിതം കൊണ്ടുള്ള ഉദ്ദേശം എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരാളുടെ ഏറ്റവും വലിയ ഒബ്ലിഗേഷൻ. ഓൾ തിങ്സ് ആർ വൺ, എല്ലാം ഒന്നാണ്. And when you want something, all the universe conspires in helping you to achieve it. ഇത് ഓഫൺ കോട്ട് ചെയ്യപ്പെടുന്ന ഒരു വാചകമാണ്. എന്താണ്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അതിതീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുവാണെങ്കിൽ ഈ യൂണിവേഴ്സിലുള്ള എല്ലാം അത് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി നമ്മെ സഹായിക്കും എന്ന് പറയുന്നത് ഈ കോട്ട്സ് എല്ലാവരും പറയുന്നൊരു കോട്ട്സാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇപ്പം എനിക്കൊരു വളരെയധികമായിട്ട് എൻ്റെ മനസ്സിലൊരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇറ്റ്സ് ഓൾ അബൌട്ട് ടേക്കിംഗ് ദ ഓപ്പർച്യൂണിറ്റീസ്, മേക്കിംഗ് യൂസ് ഓഫ് ദ ഓപ്പർച്യൂണിറ്റീസ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വരും. നമ്മൾ അതിനെ എടുക്കുന്നുണ്ടോ, നമ്മൾ അതിനെ വിനിയോഗിക്കുന്നുണ്ടോ എന്നതിലാണ് അതിൻ്റെ കാര്യം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ഓപ്പർച്യൂണിറ്റിയും നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കാൻ, നമ്മുടെ ഡെസ്റ്റിനിയെ മാറ്റിമറിക്കാനുള്ള ഒരു അവസരമായിട്ട് കണ്ടു നോക്കിക്കേ. ഓരോ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ എനിക്കിത് വേണ്ട, ഞാനിത് ട്രൈ ചെയ്യുന്നതെന്ന് പറയാതെ ഞാനിത് ട്രൈ ചെയ്യാം, വെറുതെ ട്രൈ ചെയ്യാം. എൻ്റെ അമ്മയൊക്കെ പറയുന്നതല്ല, പാർട്ടിസിപ്പേഷൻ ഈസ് വാട്ട് മാറ്റേഴ്സ്. പാർട്ടിസിപ്പേറ്റ് ചെയ്യും. എൻ്റെ അമ്മ പറയായിരുന്നു, മത്സരങ്ങളിൽ പോകുമ്പം നീ ജയിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നീ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നാണ് ഞാൻ നോക്കുന്നത്. നീ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. അതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി 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 കാര്യങ്ങൾ വരും. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വരും. വി ഷുഡ് ഓൾവേസ് ട്രൈ ദാറ്റ്. വി ഷുഡ് ഓൾവേസ് ട്രൈ അറ്റംപ്റ്റിംഗ് ദാറ്റ്.
നമ്മളത് അറ്റംപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ, കുറേ ഓപ്പർച്യൂണിറ്റീസ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ അത് ആ കാര്യങ്ങളെല്ലാം, ആ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം വഴിയേ നമ്മളുടെ ആ ഒരു ഡെസ്റ്റിനി, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നമ്മളെ എത്തിച്ചേർക്കും. അതിങ്ങനെയാണ്. There must be a language that doesn't depend on words, the boy thought. I have already had that experience with my sheep and now it's happening with people. അതാണ് ഞാൻ പറഞ്ഞല്ലോ, ലൈക്ക് ദർ ഈസ് എ ലാംഗ്വേജ് ബിയോണ്ട് വേർഡ്സ്. അത് ഞാൻ പറഞ്ഞായിരുന്നു. അതിന് സമ്മറി ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞു. എന്താണ്? ഈ ലോകത്തിന് ഒരു ആത്മാവുണ്ടാവും. ആ ആത്മാവിനെ മനസ്സിലാക്കുന്ന ആൾക്ക് വാക്കുകളിൽ അതീതമായിട്ടുള്ള ഈ കാര്യങ്ങൾ, ഈ ലാംഗ്വേജ് മനസ്സിലാകും. അപ്പോൾ ഇദ്ദേഹം പറയുവാണ്, വേർഡ്സ് ഇല്ലാതെയുള്ള ലാംഗ്വേജും ഉണ്ട്, എനിക്കറിയാം. ഞാനത് എൻ്റെ ആടുകളോട് ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചെമ്മരിയാടുകളോട് ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനത് മനുഷ്യരിലും എക്സ്പീരിയൻസ് ചെയ്യുന്നു. If I can learn to understand this language without words, I can learn to understand the world. എനിക്ക് ഈ ലാംഗ്വേജ്, അതായത് വാക്കുകളില്ലാത്ത ഈ ഒരു ലാംഗ്വേജ്, ഈ ഒരു ഭാഷ എനിക്ക് മനസ്സിലാകുമെങ്കിൽ ലോകത്തെയും എനിക്ക് മനസ്സിലാകാൻ സാധിക്കും. Everyone seems to have a clear idea of how other people should lead their lives, but none about his or her own. എല്ലാവർക്കും മറ്റൊരാളിനെ ഇപ്പം എനിക്ക് നിങ്ങളെങ്ങനെ ജീവിക്കണമെന്ന് പറയാൻ എനിക്ക് നല്ല മിടുക്കും നല്ല ചുരുക്കമാണ്, നിങ്ങളെങ്ങനെ ജീവിക്കണമെന്ന് പറയാൻ. പക്ഷേ എൻ്റെ കാര്യം ഞാൻ നോക്കുന്നുണ്ടോ? അതാണ് എല്ലാവരും പോയിന്റ് ചെയ്തത്. നമ്മൾ ഒരാളെ പോയിന്റ് ചെയ്യുമ്പോഴത്തേക്കിനും ബാക്കി ഈ 3 ഫിംഗേഴ്സും നമ്മളെ തന്നെയാണ് പോയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ മറ്റൊരാളുടെ ജീവിതത്തിൽ ഇൻട്രസ്റ്റ് കാണിക്കാതെ, മറ്റൊരാളുടെ ജീവിതത്തിൽ എന്ത് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് തലയിട്ട് ചെകയാതെ സ്വന്തം ജീവിതത്തെ കോൺസെൻട്രേറ്റ് ചെയ്യുക, സ്വന്തം ജീവിതത്തിൽ ബെറ്റർ ആക്കാൻ നോക്കുക. I learned that the world has a soul and that whoever understands that soul can also understand the language of things. That's what I told you now before also. ഈ ലൈൻസ് ആണ് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത്. കാരണം ഈ ഓരോ ലൈൻസും ഇതിലേക്കാണ് എത്തുന്നത്. ഇതിനെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഈ ലോകത്തിന് ഒരു ആത്മാവുണ്ട്. There is a soul. This world has got a soul. If you understand this soul, ഈ ആത്മാവിനെ, ലോകത്തിൻ്റെ ഈ ആത്മാവിനെ നിങ്ങൾ, ഈ വേൾഡിൻ്റെ ഈ ആത്മാവിനെ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് വിത്തൗട്ട് ദ വേർഡ്സ്. ഈ വേർഡ്സുകളിനാൽ അധിഷ്ഠിതമായിട്ടുള്ള ഇതല്ലാത്ത ലാംഗ്വേജിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഈവൻ തൂണിലും തുരുമ്പിലും ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Because I don't live in either my past or my future. I'm interested only in the present. If you can concentrate always on the present, you will be a happy man. So here another wise advice is being given. ഇദ്ദേഹം പറയുന്നു, this person is not bothered about his past or his future. He is concentrating only on the present. So you should not lead it to the carpe diem theme where you are not at all bothering about anything and then you are just living just merry making. No, it's not like that. നമ്മൾ പാസ്റ്റും ഫ്യൂച്ചറും ഓർത്ത് പേടിക്കേണ്ട. നമ്മൾ പ്രസൻറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്ത്, അത് ഞാൻ ഇപ്പോൾ ഉള്ള എൻ്റെ ഈ മൊമെൻറ്റിനെ, എൻ്റെ ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഈ സംസാരിക്കുന്ന ഈ മൊമെൻറ്റിനെ ഞാൻ ബെറ്റർ ആക്കുമ്പോൾ, when I am making this moment a good one, when I am always concentrating on making my every present moment a good one, a better one, the best one, then my life will also be best, because every moment I'll be making the best of it. സോ ദാറ്റ് ഈസ് ദ തിങ്. എന്താണ്, നമ്മൾ ഓരോ മൊമെൻറ്റിനെയും ബെസ്റ്റ് ആക്കണം. നമ്മൾ ഓരോ മൊമെൻറ്റിനെയും കോൺസെൻട്രേറ്റ് ഈ ഞാൻ ജീവിക്കുന്ന ഈ ഓരോ മൊമെൻറ്റിനെ ഏറ്റവും നല്ല രീതിയിൽ ഒന്ന് ജീവിച്ച് നോക്കിയേ, ജീവിതം അതിമനോഹരമാകും. അതാണ് ഈ ലൈൻസ് പറയുന്നത്. It's not what enters men's mouth that's evil. It's what comes out of their mouth that is. നമ്മൾ എന്ത് ഭക്ഷിക്കുന്നു എന്നുള്ളതല്ല നമ്മളെ ഈവിൾ ആക്കുന്നത്. പണ്ടൊക്കെ ഇങ്ങനെ പള്ളിയിലൊക്കെ പറയായിരുന്നു, ഇങ്ങനെ പൂജിച്ച സാധനങ്ങളൊന്നും കഴിക്കരുത്, പൊട്ട് തൊടരുത്, പൂജിച്ച സാധനങ്ങൾ കഴിക്കരുത് എന്നൊക്കെ പറയായിരുന്നു. സോ ഞാനത് അത്രയ്ക്കും ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം പൂജിച്ച സാധനം കഴിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ വിശ്വാസം എൻ്റെ ദൈവം എൻ്റെ കൂടെയുള്ളപ്പോൾ, എൻ്റെ വിശ്വാസം എൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ എന്ത് കഴിച്ചാലും അത് അഫക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ അതിനെ പേടിക്കുമ്പോഴാണ് അത് അഫക്റ്റ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ദർ ഇസ് നത്തിങ് like that. It's not what enters the mouth that makes one evil. It is what comes out of your mouth that makes evil. നിങ്ങളുടെ വായിൽ നിന്ന് എന്ത് വരുന്നു അതാണ് നിങ്ങളെ ഈവിൾ ആക്കുന്നത്. അല്ലാതെ നിങ്ങൾ വായിലേക്ക് എന്ത് ഇടുന്നു എന്നുള്ളതല്ല, നിങ്ങളുടെ വായിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ് ഈവിൾ ആക്കുന്നത്. Remember that wherever your heart is, there you will find your treasure. നിങ്ങളുടെ ഹൃദയം എവിടെയാണോ അവിടെയാണ് നിങ്ങളുടെ ട്രഷറും നിങ്ങളുടെ നിധിയും. ഇത് ഐ തിങ്ക് ഇത് കുറച്ച് ബിബ്ലിക്കലാണോ എന്നൊരു, ഇത് ഞാൻ മുമ്പും കേട്ടിട്ടുള്ള പോലെ പ്രശ്നമാരൊക്കെ പ്രസംഗത്തിൽ, നമ്മുടെ ഹൃദയം എവിടെയാണോ ഉള്ളത് അവിടെയാണെങ്കിൽ നമ്മുടെ ട്രഷറും ഉള്ളത്, നമ്മുടെ നിധി ഉള്ളത്. People are afraid to pursue their most important dreams because they feel that they don't deserve them or that they will be unable to achieve them. ആൾക്കാർ
തങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതപ്പെടുന്ന സ്വപ്നങ്ങളെ പെർസ്യൂ ചെയ്യാതിരിക്കും. പെർസ്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ പോകാതിരിക്കുന്നു. Why they don't pursue? Because they are afraid. Because they are afraid whether they will fail. Because they are afraid what will happen if they are not able to achieve them. They are even afraid thinking that whether they deserve them. ഞാൻ ഇത് അർഹിക്കുന്നുണ്ടോ, എന്നെ കൊണ്ട് ഇത് പറ്റുമോ, ഇത് നേടാൻ പറ്റുമോ, ഞാൻ തോറ്റുപോകുമോ എന്നൊക്കെ ചിന്തയാൽ പലപ്പോഴും ആൾക്കാർ തങ്ങളുടെ ഡ്രീംസിനെ പെർസ്യൂ ചെയ്യാതെ പകുതി വഴിക്ക് ഉപേക്ഷിക്കുന്നു. Every search begins, the last ആണ് കേട്ടോ, every search begins with beginner's luck and every search ends with the victors being severely tested. നമ്മളൊരു കാര്യത്തിനെ like if you are going to search something, you know, it's always the luck that is the beginning. Every search begin with beginner's luck. നമ്മുടെ ലക്ക് വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ടെത്തി പോകുന്നത്. എന്നാൽ അവസാനമോ at the end what happens? Every victor is being severely tested. ഏറ്റവും അധികം ജയിച്ചിട്ടുള്ള എല്ലാവരും ഏറ്റവും അധികം പരീക്ഷിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കണം. സോ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ദിസ് വേർഡ് മീൻസ് ദാറ്റ് യു ബിഗിൻ യുവർ സെർച്ച് ലൈക്ക് എവറി സെർച്ച് ബിഗിൻ വിത്ത് എ ബിഗിനേഴ്സ് ലക്ക്. ഇറ്റ് ഈസ് ദ ലക്ക് ദറ്റ് ടേക്സ് യു ഫോർവേഡ്. ബട്ട് അറ്റ് ദി എൻഡ് വെൻ യു ആർ എ വിക്ടർ, when you are a successful person, you will be the one who will be most severely ടെസ്റ്റഡ്. ഏറ്റവും അധികം പരീക്ഷിക്കപ്പെടുന്നത് ഏറ്റവും വിജയം നേടുന്ന ആളായിരിക്കും. സോ ഐ ഹോപ്പ് യു ലൈക്ഡ് ദിസ് സെഗ്മെൻറ്റ് ഓഫ് ലൈൻസ് ദറ്റ് ബ്രീത്ത് ആൻഡ് ഐ ഹോപ്പ് യു വിൽ കം അഹെഡ് വിത്ത് മെനി സച്ച് വർക്ക്സ് ആസ് ദിസ്. ഞാൻ കുറച്ച് ബിസി ആയിരിക്കുകയാണ്, അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. സോ ലൈക്ക് ഇറ്റ്സ് ലൈക്ക് ഐ ഹാവ് ഓൾസോ കം ഔട്ട് ഓഫ് my comfort zone from my career back to life, and I'm looking into my life and I'm doing things. So many things are there. I may get a job as well as an IELTS trainer. So life is going to be busy, but in between I hope I can give you some inputs which will be helpful for your life. നിങ്ങളുടെ ലൈഫിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യും കേട്ടോ. അതെൻ്റെ ഒരു കോർണറായിട്ട് എൻ്റെ ഒരു സന്തോഷമായിട്ട് കരുതിയാൽ മതി. സോ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് കരുതുന്നു. സോ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് സെഗ്മെൻറ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.